മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് മാതൃഭൂമി പത്രമാണ് വായിക്കാറുള്ളത്. ഓരോ അമ്പലങ്ങളിലും വെടിക്കെട്ടും മോഡൽ വെടിക്കെട്ടും എല്ലാം നടത്തുമ്പോൾ ആ വെടിക്കെട്ടിനെ അതിൻ്റെ ഭംഗി കാണിച്ചുകൊണ്ട് വിചിത്രമായ രീതിയിൽ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ആ അമ്പലത്തിലെ വെടിക്കെട്ട് കാണാൻ പോയില്ലെങ്കിലും അടുത്ത അമ്പലത്തിൽ നടക്കുന്ന വെടിക്കെട്ടുകളെങ്കിലും കാണാൻ നിങ്ങൾ പോകണമെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ നിരന്തരം പ്രസിദ്ധീകരിച്ചൊരു പത്രമാണ് മാതൃഭൂമി പത്രം. തൃശ്ശൂരിലെ ഉത്രാളിക്കാവില് മോഡൽ വെടിക്കെട്ട് ഉള്ളിലത്തെ പേജിലെ 1/4 പേജ് വലിപ്പത്തിലാണ് മാതൃഭൂമി പത്രം കൊടുത്തത്. അത് 10 ലക്ഷം രൂപയുടെയാണ്. അതിനെക്കുറിച്ചൊരു കൊട്ടേഷനില് അടിപൊളി വാർത്തയും, പിറ്റേ ദിവസം അതേപോലെയുള്ള ഒറിജിനൽ 1 കോടി രൂപയുടെ വെടിക്കെട്ട്, അതും തിമർത്ത് തകർത്ത് ഒരുപക്ഷെ മറ്റു പത്രങ്ങളെ പോലെ തന്നെ മാതൃഭൂമിയും കൊടുത്തു. ആ വാർത്ത ആര് വായിച്ചാലും അവരവരുടെ അമ്പലത്തിലും അതുപോലെയുള്ള ഒരു വെടിക്കെട്ട് നടത്തണമെന്ന് തോന്നുന്ന വിധത്തിലുള്ള വാർത്ത. അതുപോലെ തന്നെ പറപ്പൂക്കാവ് പൂരത്തില് ആ പൂരത്തിന്റെ നന്മകളോ മനുഷ്യബന്ധങ്ങളോ അതിനെക്കുറിച്ചൊന്നുമല്ല പത്രങ്ങളിൽ വരാറുള്ളത്. ആ ആത്മീയതയില്ലാത്ത ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ്, ഈ വെടിക്കെട്ട്, ഇതാണ് വാർത്ത. അതേ മാതൃഭൂമി പത്രമാണ് വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ ഈ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടത്തെക്കുറിച്ചും വാർത്ത കൊടുത്തത്. ഈ പത്രങ്ങളൊക്കെ തന്നെയാണ് ഈ വെടിക്കെട്ടിനെ പ്രോത്സാഹിപ്പിച്ചത്, പ്രത്യേകിച്ച് മാതൃഭൂമി പത്രം. ശരിക്കും മാതൃഭൂമി പത്രത്തിലെ വാർത്തകൾ വായിക്കുകയാണെങ്കിൽ ഒരു വേശ്യ ചാരിത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന മാതിരിയാണ് വായിക്കാൻ സാധിക്കുക. ഇവര് തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ച് അസാധാരണമായ വാർത്ത കൊടുത്ത് അവര് തന്നെ മറിച്ചും സംസാരിക്കുമ്പോൾ മാതൃഭൂമി പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ വായിച്ചപ്പോൾ തോന്നിയത് എനിക്ക് അതാണ്. നിങ്ങളൊക്കെ തന്നെയാണ് ഇതിന് കാരണം എന്നെടുത്ത് പറയണം തോന്നി. ഒരുപക്ഷെ അവരൊക്കെ പറയുമായിരിക്കാം, വാർത്തകൾ കൊടുക്കൽ മാത്രമാണ് ഞങ്ങളുടെ ജോലി, എന്ത് സംഭവിച്ചോ അത് കൊടുക്കൽ മാത്രമാണ് ജോലി, അതിനപ്പുറം ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല, പത്രധർമ്മം അതാണെന്ന്. അങ്ങനെയാണ് വാർത്ത കൊടുക്കൽ മാത്രമായിരുന്നെങ്കിൽ പ്രവാചകനെ കുറിച്ച് ഫേസ്ബുക്കിൽ വന്ന 2 വരി മാതൃഭൂമിയിൽ എഴുതിയതിനു ശേഷം 72,000 കോപ്പി പത്രം മുസ്ലിങ്ങളുടെ വീടുകളിലേക്ക് പോകുന്നത് നിർത്തിയപ്പോ, മാതൃഭൂമിയെ ബഹിഷ്കരിക്കാൻ മുസ്ലിങ്ങൾ പറഞ്ഞപ്പോ അവിടെയും പറയാമായിരുന്നു വാർത്തകൾ കൊടുക്കൽ മാത്രമാണ് ഞങ്ങളുടെ ജോലി, വേറൊന്നുമല്ലാന്ന്. പിന്നെ കിഴിഞ്ഞ് മാതൃഭൂമി പത്രത്തിലെ പത്രാധിപരും വീരേന്ദ്രകുമാറും ഉൾപ്പെടെ മുസ്ലിം നേതാക്കളുടെ വീട്ടിൽ ചെന്ന് തനി വർഗീയവാദികളായ, വർഗീയതയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന, മുസ്ലിം എന്ന പദം ചേരാത്ത ഒരു സ്ഥാപനവും ഒരു സംഘടനയും ഇല്ലാത്ത ആ പാർട്ടിക്കാരുടെയും ആ സംഘടനയുടെയും വീട്ടിൽ ചെന്ന് മാപ്പ് പറഞ്ഞവർക്ക് പറയാമായിരുന്നു വാർത്ത കൊടുക്കൽ മാത്രമാണ് ഞങ്ങളുടെ ജോലി, നിങ്ങളുടെ ശരീരം മുഴുവനും കഴുകി മാപ്പപേക്ഷിക്കലല്ല ഞങ്ങളുടെ ജോലി എന്ന് മാതൃഭൂമിക്ക് പറയാമായിരുന്നു. ആ മാതൃഭൂമി പറഞ്ഞില്ല. ഓരോ വെടിക്കെട്ട് നടക്കുമ്പോഴും മാതൃഭൂമിക്ക് സൂചിപ്പിക്കാമായിരുന്നു ഭയാനകമായി വെടിക്കെട്ട് തുടരുമ്പോൾ എന്താണ് പരിണതഫലം, അത് എന്നാ സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ എന്ന്. നരേന്ദ്രമോദിയെയും ഹിന്ദു ധർമ്മ സ്ഥാപനങ്ങളെയും ആചാര്യന്മാരെയും ഹൈന്ദവ കാര്യങ്ങളും ന്യൂനപക്ഷത്തിന്റെ വോട്ടും ന്യൂനപക്ഷത്തിന്റെ കയ്യടിയും കിട്ടാൻ വേണ്ടി ഈ ഹൈന്ദവ കാര്യങ്ങളുടെ വാർത്ത കൊടുക്കുമ്പോൾ അതിനിടയ്ക്കെല്ലാം ഓരോ വരിയും കൊളുത്തു വെച്ച് നെഗറ്റീവ് വെച്ച് പ്രസിദ്ധീകരിക്കുന്ന ഒരേ ഒരു പത്രം ഉണ്ടെങ്കിൽ അത് മാതൃഭൂമി പത്രമാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് വരുത്തുകയും ഹൈന്ദവ കാര്യങ്ങൾക്കിടയ്ക്കെല്ലാം നെഗറ്റീവ് കൊടുക്കുകയും ചെയ്യുന്ന ഒരേ ഒരു പത്രം. നല്ല വാർത്തയാണെന്ന് തോന്നുമെങ്കിലും അവസാനിപ്പിക്കുമ്പോൾ ശരിക്ക് ഒരു കത്തി വെച്ചിട്ട് മാതൃഭൂമി അവസാനിപ്പിക്കാം.
ഈ വെടിക്കെട്ട് നിങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴും, പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴും, മാതൃഭൂമി പ്രസിദ്ധീകരിക്കുമ്പോഴും അതിന്റെ വാൽകഷ്ണമായിട്ട് ഇതേപോലെയുള്ള ഭയാനകമായ വെടിക്കെട്ട് ശ്രീനാരായണ ഗുരുദേവൻ കരിയും കരിമരുന്നും ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി മാതൃഭൂമി ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ വേശ്യ ചാരിത്രം സംസാരിക്കുന്ന പോലെ, പ്രസംഗിക്കുന്ന പോലെ മാതൃഭൂമിയുടെ എഡിറ്റോറിയലിന്റെ മൂല്യം ഏത് പത്രമാണോ ഇതുപോലെയുള്ള വെടിക്കെട്ടിന് പ്രോത്സാഹനം 100% നൽകി അത് ഹിന്ദുക്കളുടെ കാര്യങ്ങൾക്ക് കൊടുക്കുന്നതാണ്, ഞങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ മാത്രം ആരാധകരല്ലെന്ന് വരുത്തി തീർക്കാൻ ഇതേപോലെയുള്ള വെടിക്കെട്ടിന് നല്ല പ്രോത്സാഹനം നൽകി, നല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൊട്ടേഷൻ, പ്രോത്സാഹനം നൽകി അന്ത്യത്തിന് 116 എണ്ണം തീർന്നപ്പോ 350 എണ്ണം അങ്ങ് ആശുപത്രിയിൽ കിടക്കുമ്പോ അതിനെതിരെ മുഖപ്രസംഗം എഴുതാനും സടകുടഞ്ഞെഴുന്നേറ്റ സിംഹത്തെ പോലെ ഗർജിക്കാനുമൊക്കെ നിങ്ങൾ തുടങ്ങുമ്പോ ഓർമ്മിക്കുക, ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് പോലീസുകാരെയോ ഈ കുറ്റവാളികളെയോ അല്ല, കുറ്റം ചെയ്തവർക്ക് തുല്യം കുറ്റവാളികളാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചവരും. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു മാതൃഭൂമി പത്രം. നിരന്തരം ഈ വെടിക്കെട്ടിനും ആനയ്ക്കും എതിരെ പ്രസംഗിക്കുമ്പോഴും ആരെല്ലാം പ്രസംഗിക്കുമ്പോഴും അതിനെക്കുറിച്ച് ഒരു വരി പോലും മാതൃഭൂമി എഴുതാറില്ല. ഇപ്പൊ മാതൃഭൂമി ധർമ്മത്തിന്റെ സംരക്ഷകരായിട്ട് ഇറങ്ങി വരുമ്പോ അത്ഭുതം തോന്നാറുണ്ട്. ഹിന്ദു ദേവതമാരെ അവഹേളിക്കുമ്പോ അത് പത്രസ്വാതന്ത്ര്യവും ടോളറൻസും, ഇസ്ലാമിനെയോ ക്രിസ്ത്യാനിയെയോ ഒന്ന് തൊട്ടാൽ അത് മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം മാപ്പ് പറയാൻ ആലഞ്ചേരിയുടെയും ബിഷപ്പിന്റെയും മൗലവിയുടെയും വീട്ടിൽ ചെന്ന് ക്യൂ നിൽക്കുന്ന രീതിയിൽ താഴ്ന്ന മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ, വെടിക്കെട്ടിനെതിരെയുള്ള എഡിറ്റോറിയൽ അഭിസാരികയുടെ ചാരിത്ര പ്രസംഗം പോലെ ആയി എന്ന് എനിക്ക് തോന്നി. പ്രണാമം, നമസ്കാരം.